മലപ്പുറം പ്രസംഗത്തിന്റെ പേരിൽ മുഖ്യമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് ബിജെപി സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ കെ സുരേന്ദ്രൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കത്തു നൽകി. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കത്ത് നൽകിയിട്ടുണ്ട്. മലപ്പുറത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം പാകിസ്ഥാനുമായി മുസ്ലിം സമുദായത്തെ ബന്ധപ്പെടുത്തി മുഖ്യമന്ത്രി സംസാരിച്ചത് മുസ്ലിം സമുദായത്തിലെ ഒരു ചെറിയ വിഭാഗമായ SDP, PFI പോലുള്ള സംഘടനകളെ ഉപയോഗിച്ച് ദേശവിരുദ്ധ ശക്തികളെ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം. മുഖ്യമന്ത്രിയുടെ പ്രസംഗം തികച്ചും രാജ്യദ്രോഹപരമാണ്. തിരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. കേരളത്തിലെ ഭരണത്തിനെതിരായിട്ടുള്ള ജനവിരുദ്ധ വികാരം, ഈ അഴിമതി ഭരണത്തിലുള്ള ജനവിരുദ്ധ വികാരം, ആ വികാരത്തെ മറികടക്കാൻ പൗരത്വ നിയമ ഭേദഗതി നിയമത്തെ രക്ഷാകവചമായി സ്വീകരിച്ചിരിക്കുകയാണ് CPM-ഉം മുഖ്യമന്ത്രിയും. ഇതുകൊണ്ടൊന്നും CPM രക്ഷപ്പെടാൻ പോകുന്നില്ല ഏതാനും തീവ്രവാദികളുടെ വോട്ട് നേടിക്കൊണ്ട്. മുസ്ലിം സമുദായത്തെ പാകിസ്ഥാനുമായി ബന്ധപ്പെടുത്തി സംസാരിച്ചത് SDP, PFI സംഘടനകളെ ഉപയോഗിച്ച് ദേശവിരുദ്ധ ശക്തികളെ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് ചട്ടലംഘനവും സത്യപ്രതിജ്ഞാ ലംഘനവുമാണ് നടത്തിയിട്ടുള്ളത്. രാജ്യദ്രോഹപരമായ പ്രസംഗം നടത്തിയ മുഖ്യമന്ത്രിക്കെതിരെ നടപടി വേണം. പൗരത്വ നിയമ ഭേദഗതിയെ രക്ഷാകവചമാക്കി ഭരണവിരുദ്ധ വികാരത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാം എന്നാണ് മുഖ്യമന്ത്രിയും CPM-ഉം കരുതുന്നത്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിച്ചാൽ പോലും ദേശീയ പദവി നിലനിർത്താൻ കഴിയില്ലെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി തീവ്രവാദ പ്രസ്ഥാനങ്ങളെ കൂട്ടുപിടിച്ച് അവരുടെ വോട്ട് നേടാൻ രാജ്യദ്രോഹ പ്രസംഗം നടത്തുന്നത്. മലപ്പുറം പ്രസംഗത്തിന്റെ പേരിൽ ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടർക്കും ജില്ലാ പോലീസ് സൂപ്രണ്ടിനും നേരത്തെ പരാതി നൽകിയിരുന്നുവെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. CCN മലപ്പുറം.